എല്ലാവർക്കും നമസ്കാരം. മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മോംസ് കറി പോട്ടിൽ തയ്യാറാക്കുന്ന വിഭവം ഒത്തിരി രുചികരമായതും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ക്രിസ്പിയും എരിവുമുള്ള ഒരു കിടിലൻ ചിക്കൻ 65 ആണ്. ഈ ഡിഷിൻ്റെ മാരിനേഡാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത്. തൈര്, മസാലപ്പൊടികൾ, കറിവേപ്പില, പച്ചമുളക് എന്നിവയുടെ മിശ്രിതം പുരട്ടി മാരിനേറ്റ് ചെയ്തു വെച്ച് വറുത്തുണ്ടാക്കുന്ന ഈ ഡിഷ് ഒത്തിരി ടേസ്റ്റിയായ ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്പെഷ്യലായ ചിക്കൻ 65 നമ്മുടെ കൊച്ചടുക്കളയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ 65 ഉണ്ടാക്കുവാൻ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസസായി മുറിച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചോപ്പ് ചെയ്ത കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ചെറുതായി എരിഞ്ഞ പച്ചമുളക് എന്നിവ ചേർത്ത് ഈ മസാല ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ കോട്ട് ചെയ്യുക. ഇനി മാരിനേറ്റ് ചെയ്ത ഈ ചിക്കൻ 45 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വയ്ക്കുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് 10 മുതൽ 12 മണിക്കൂർ വരെ വയ്ക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ചിക്കൻ ഏകദേശം 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുക. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും ചിക്കൻ ഇതിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. അടുത്തതായി ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കി മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി പതുക്കെ ചേർത്ത് കൊടുക്കുക. പാനിൽ ചിക്കൻ പീസസ് അധികം ഇടാതെ ബാച്ചസായി ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ചിക്കൻ 1 മിനിറ്റ് നേരം അനക്കാതെ ഫ്രൈ ആകാൻ വയ്ക്കുക. തുടർന്ന് ചിക്കൻ ക്രിസ്പിയും ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ കുറച്ചു നേരം കൂടെ ഫ്രൈ ചെയ്ത് ഈ വറുത്ത കഷ്ണങ്ങൾ എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ചിക്കൻ പീസസുകളും ബാച്ചുകളായി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും വറുത്തു കഴിഞ്ഞു. ഇനി മറ്റൊരു കടായിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റുക. ഇനി കുറച്ച് ചോപ്പ് ചെയ്ത കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് കീറിയതും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായി വഴറ്റുക. ഈ സമയത്ത് നേരത്തെ വറുത്ത ചിക്കൻ കഷ്ണങ്ങൾ കടായിലേക്ക് ചേർത്ത് എല്ലാം നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. ഈ ചിക്കൻ പീസസ് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ കൊണ്ട് നന്നായി കോട്ടായിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കുറച്ചു നേരം കൂടെ വേവിച്ച് തീ ഓഫ് ചെയ്യുക. സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ 65 ഇപ്പോൾ വിളമ്പാൻ തയ്യാറാണ്. പുറത്ത് ക്രഞ്ചി ആയതും അകത്ത് സോഫ്റ്റ് ആയതുമായ ഈ ചിക്കൻ പീസസ് ഒരുപാട് രുചികരമാണ്. ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഹോം സ്റ്റൈൽ പാചകക്കുറിപ്പുകൾക്കായി മോംസ് കറി പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ
Bye bye and take care.